ഇവിടെ 6 ആൾക്കാരുണ്ട്. ഇത് കണ്ടോ ഈ പേപ്പറില്ല, 6 ആളുണ്ട്. അവർക്ക് 20 കൊല്ലം ജയില് ദണ്ഡന കൊടുത്തിട്ടുണ്ട്. എന്നെ പുറത്ത് ഞാൻ എന്തിനു പറയണ്ട, ഇന്നും കൂടുതൽ കൊടുക്കണം. അവർക്ക് ഇന്നും കൂടുതൽ കൊടുക്കണം. ഈ ഒരു കേസില് ദിലീപിനെ അനുകൂലിക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും വാസ് എ ഗൈ ഹു പ്ലാൻഡ് ഓൾ ദിസ്. ആ ആളിപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. ക്രൈം ചെയ്ത ആൾക്കാരെ മാത്രമേ ഇപ്പോഴും നമ്മൾ ജയിലിൽ അടച്ചിട്ടുള്ളൂ. അത് പ്ലാൻ ചെയ്ത ആളിപ്പോഴും അകത്തായിട്ടില്ല. അത് അട്ടിമറിക്കപ്പെട്ട കേസല്ലേ? ലൈക്ക് തെളിവുകളൊക്കെ വന്നിട്ടും തെളിവുകളൊക്കെ മറച്ചു വെച്ചിട്ട് അങ്ങനെ ആയതല്ലേ? നമ്മള് കൃത്യം ചെയ്തവര് അത് അവരെ ശിക്ഷിച്ചു. പക്ഷെ അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്തത് ആരാണോ അവരെയും കൂടി നമ്മള് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ. അതായത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു റൈറ്റ് ഉണ്ട്, അത് അവിടെ ഭാവനയ്ക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യോജിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം കോടതി എന്ന് പറഞ്ഞാൽ അറിയാലോ, കോടതി വെറുതെ ഒരു തീരുമാനം എന്തായാലും എടുക്കത്തില്ല. കോടതി തീരുമാനം എടുക്കുമ്പം നമുക്ക് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അതിനെപ്പറ്റി പഠിച്ചിട്ടേ പൂർണ്ണമായിട്ടും അവരൊരു വിധി പ്രഖ്യാപിക്കത്തുള്ളൂ. നല്ലൊരു നടന്റെ ഭാവി കളഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര 7 കൊല്ലം പുള്ളി അനുഭവിച്ച് ഇനി അനുഭവിക്കേണ്ട ആവശ്യം. കേസൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ കുറച്ച് കാശൊക്കെ വന്നപ്പോ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അയാൾക്ക് വേണ്ടി ശത്രുക്കൾ വഹിക്കുന്നത്. കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രത്യേക റീസൺ പറയാനില്ല. ഐ ഫീൽ ലൈക്ക് നോട്ട്. തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടുക. പോപ്പിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്, നമ്മളെ ദിലീപേട്ടൻ്റെ നാട്ടിൽ. അപ്പോൾ ദിലീപേട്ടന് അനുകൂലമായ വിധി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം, അവർ അനുകൂലിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. വാ. ആക്ടർ ദിലീപിന് അനുകൂലമായി കോടതി വിധി വന്നേക്കുവാണല്ലോ, അതിനോട് നിങ്ങൾ യോജിക്കണ്ടോ? நான் தமிழ்நாடா, நான் எப்பவும் தமிழ் பேப்பர் தானே வாய்ச்சி கொண்டிருக்கும். இப்போ ஒரு 6 பேருக்கு 20 ஆண்டு சிறை தண்டனை തന്നിട്ടുണ്ട്. வரவேற்கத்தக்க தண்டனை തന്നെ. കുഴപ്പമില്ല. ദിലീപ് അടിപൊളി ആളാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവർക്ക് ഒന്നും അവര് 7ാவது പ്രാതി 8ാவது പ്രാതിന്ന് അവരെ വിട്ടു. ശരിയായ? ഇവിടെ 6 ആൾക്കാരുണ്ട്. ഇത് കണ്ടോ ഈ പേപ്പറില്ല, 6 ആളുണ്ട്. അവർക്ക് 20 കൊല്ലം ജയില് ദണ്ഡന കൊടുത്തിട്ടുണ്ട്. എന്നെ പുറത്ത് ഞാൻ എന്തിനു പറയണ്ട, ഇന്നും കൂടുതൽ കൊടുക്കണം. അവർക്ക് ഇന്നും കൂടുതൽ കൊടുക്കണം. അവർ ചെയ്ത തെറ്റ്, അത് കാരണം ഇന്നും കൂടുതൽ കൊടുക്കണം. അതന്നെ നാം പറയാറുണ്ട്. ഇപ്പൊ ദിലീപിന് അനുകൂലമായിട്ട് കോടതി വിധി വന്നേക്കുവാണല്ലോ, അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ദിലീപ് നല്ലൊരു നടനാണ്. അവന് നമ്മൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നാട്ടിന് വേണ്ടിയിട്ട്. ഓരോ പ്രായം കൂടി അമ്മമാരൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതും ചെയ്യുന്നുണ്ട്. വീട് വെക്കാൻ ഇല്ലാത്തവര് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ മക്കളെ കെട്ടിക്കാനാകുമ്പോൾ പണം കൊടുക്കുന്നുണ്ട്. അസുഖം വരുമ്പോൾ അസുഖത്തിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. കേസിനെ കുറിച്ച് എന്താ? കേസൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ കുറച്ച് കാശൊക്കെ വന്നപ്പോ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അയാൾക്ക് വേണ്ടി ശത്രുക്കൾ വഹിക്കുന്നുണ്ട്. ജനങ്ങളും നിന്നിട്ടുണ്ട്. ജനങ്ങൾ നല്ലതും പറയുന്നു, ചീത്തയും പറയുന്നുണ്ട്. പക്ഷെ നല്ലൊരു നടനാണ്. അയാൾക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ആളിനി സിനിമയിൽ ഇറങ്ങിയിട്ട് നല്ല നല്ല പടങ്ങൾ ഇറക്കണം. നല്ല സിനിമകളാണ്. ആളെ സിനിമ പോലത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ആളൊരു പ്രത്യേക നടനാണ്. അങ്ങനത്തെ നടനെ കാണാനും പറ്റൂല. കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രത്യേക റീസൺ പറയാനില്ല. ഐ ഫീൽ ലൈക്ക് നോട്ട്. അങ്ങനെ ഇപ്പൊ ദിലീപിന്റെ കേസിന്റെ കോടതി വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. കാരണം ദിലീപ് അത് ചെയ്തിട്ടില്ല, അത് കോടതി തെളിഞ്ഞു. ഇനി നമ്മ അതിന്റെ ഇതായിട്ട് നോക്കണ്ടേ. നല്ലൊരു നടന്റെ ഭാവി കളഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര 7 കൊല്ലം പുള്ളി അനുഭവിച്ച് ഇനി അനുഭവിക്കേണ്ട ആവശ്യമില്ല.
അതങ്ങനെയൊക്കെ ചോദിച്ചാൽ യോജിക്കുന്നുണ്ട്. പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത്രയും നാളെ മീഡിയാസ് അറിയുന്നതല്ലേ കേട്ടെ. അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അല്ലാണ്ട് തെറ്റാരെ ചെയ്താലും അവര് ഇത് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. പുള്ളി ഇപ്പൊ തെറ്റൊന്നും ചെയ്യാത്തോണ്ടാണ് പുള്ളിക്ക് ഇത് കിട്ടിയത്, നീതി കിട്ടിയത്. ഇപ്പൊ ആക്ടർ ദിലീപിന് കോടതി വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം പറയുമോ? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഞാനിപ്പോ കാക്കനാട് നിന്ന് തിരിച്ച്, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്, കാക്കനാട് തിരിച്ച് എന്റെ വീടെത്തുന്നവരെ എന്റെ പാരന്റ്സ് എവിയൊക്കെ ആയിരിക്കും. എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരും എണീറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതാണ് ഈ നാട്ടില് ഗേൾസിന് കിട്ടുന്ന സേഫ്റ്റി ബേസിക്കലി. അപ്പൊ ഈ ഒരു കേസില് ദിലീപിനെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും there was a guy who planned all this. ആ ആളിപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. ക്രൈം ചെയ്ത ആൾക്കാരെ മാത്രമേ ഇപ്പോഴും നമ്മൾ ജയിലിൽ അടച്ചിട്ടുള്ളൂ. അത് പ്ലാൻ ചെയ്ത ആളിപ്പോഴും അകത്തായിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ദിലീപോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ അസോസിയേഷനിലുള്ള ആരെങ്കിലോ തരാനായിട്ട് ബാധ്യസ്ഥരാണ്. സോ ഇപ്പൊ വന്നേക്കുന്ന വേർഡ് ഇറ്റ്സ് നോട്ട് റൈറ്റ്. ദിലീപ് കുറ്റവിമുക്തനായെന്നാണ് പറയുന്നത്, അതിനോട് യോജിക്കണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അട്ടിമറിക്കപ്പെട്ട കേസല്ലേ. ലൈക്ക് തെളിവുകളൊക്കെ വന്നിട്ടും തെളിവുകളൊക്കെ മറച്ചു വെച്ചിട്ട് അങ്ങനെ ആയതല്ലേ. അതായത് മൊഴി മാറ്റി പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ഇത് വന്നത്. അല്ല, ദിലീപ് ഓൾറെഡി കുറ്റവിമുക്തനായിരുന്നെങ്കിൽ ഇത്ര കാലം കേസ് നീട്ടി വെക്കത്തില്ലല്ലോ. ഇപ്പൊ ദിലീപ് കേസിന്റെ വിധി വന്നല്ലോ, കോടതി വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ലല്ലോ, എന്താ റിയാലിറ്റി നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടുക, അത്രേ ഉള്ളൂ. വിധിയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അയാൾ തെറ്റ് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്തല്ലോ. ഈ കോടതിക്കാൻ മേളിൽ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ദിലീപിന്റെ സൈഡാണ്. ഇപ്പൊ ദിലീപ് കേസിന്റെ കോടതി വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? കോടതി വിധിയോട് തീർച്ചയായും യോജിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം കോടതി എന്ന് പറഞ്ഞാൽ അറിയാലോ, കോടതി വെറുതെ ഒരു തീരുമാനം എന്തായാലും എടുക്കത്തില്ല. കോടതി തീരുമാനം എടുക്കുമ്പം നമുക്ക് അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അതിനെപ്പറ്റി പഠിച്ചിട്ടേ പൂർണ്ണമായിട്ടും അവരൊരു വിധി പ്രഖ്യാപിക്കത്തുള്ളൂ. മനസ്സിലായി? ഇതിപ്പോ ജനങ്ങൾ കുറെ പേര് പറയുന്നുണ്ട് ഇത് വെറുതെയാണ്, അതിജീവിതയോടൊപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം അതിജീവിതയ്ക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അതില്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനകത്ത് തെറ്റുകാർ ശിക്ഷിക്കപ്പെടുന്നതുമുണ്ട്. പക്ഷെ ദിലീപ് തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ തെറ്റുകാരനാണെങ്കിൽ കോടതി അവിടെ അത് കണ്ടെത്തിയേനെ, അതിനുള്ള നടപടി എടുത്തേനെ. ഇതാണ് കാരണം. ഒരിക്കലും കോടതിക്ക് ഒരു തെറ്റ് പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഇതിനോട് യോജിക്കുന്നുണ്ട്. ആക്ടർ ദിലീപിന് അനുകൂലമായി കോടതി വിധി വന്നേക്കുവാണല്ലോ, അപ്പൊ അതിനോട് യോജിക്കണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് കൃത്യം ചെയ്തവര് അത് അവരെ ശിക്ഷിച്ചു. പക്ഷെ അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്തത് ആരാണോ അവരെയും കൂടി നമ്മള് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് ഇപ്പൊ ദിലീപ് കേസിന്റെ കോടതി വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം പറയൂ. കാരണം ഞാനത് ട്രൂ ആയിട്ട് തോന്നിയില്ല. ദിലീപ് കേസിന്റെ വിധി വന്നല്ലോ, ആ കോടതി വിധിയോട് യോജിക്കുന്നുണ്ടോ? കാരണം അത് കോടതിക്കാരിനെ കൊണ്ട് നമ്മളെ അതിനനുസരിച്ചുള്ള വിധിയല്ലേ വന്നത്, അപ്പൊ നമ്മൾ അനുകൂലിക്കണ്ടേ, ഇത്രേ ഉള്ളൂ പറയുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ. യോജിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താ സംഭവം എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മള് ദിലീപിന്റെ ഒരു ഫാനാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് ദിലീപിനോടുള്ള അനുകൂലത്തിന് ഞാൻ യോജിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതെ. കേസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് കേസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഒപ്പീനിയൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. അതെ. വിധി വന്നല്ലോ, ആ വിധിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാ അതായത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു റൈറ്റ് ഉണ്ട്, അത് അവിടെ ഭാവനയ്ക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് യോജിക്കുന്നില്ല. അപ്പം അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ആരെയാ ശരിക്കും അനുകൂലിക്കുന്നത്? കമന്റ് ചെയ്യൂ.